ഒരു പുതിയ കുഞ്ഞതിഥി വരുമ്പോൾ ആദ്യത്തെ കുട്ടിയുടെ മനസ്സ് ശരിക്കും എങ്ങനെയാകും പ്രതികരിക്കുക? ഇതൊരു ചെറിയ മാറ്റമല്ല കേട്ടോ, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വലിയ മനഃശാസ്ത്രപരമായ ട്രാൻസിഷനാണിത്. ഇവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് ആങ്സൈറ്റി എന്ന സൈക്കോളജിക്കൽ കൺസെപ്റ്റ് വരുന്നത്. അതായത് അച്ഛനമ്മമാരുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം. രണ്ടാം വിവാഹത്തിലെ കുട്ടികളിൽ പഴയ ട്രോമകൾ കാണും. തന്നെ വീണ്ടും എല്ലാവരും ഉപേക്ഷിക്കുമോ എന്നവർ വല്ലാതെ ഭയക്കും. ഈ ആങ്സൈറ്റി അവരുടെ സ്വഭാവത്തിൽ കാണാം. ഒറ്റപ്പെടാനും ദേഷ്യം കാണിക്കാനും ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടാനും വരെ അവർ ശ്രമിച്ചേക്കാം. ഇതൊരു ധിക്കാരമല്ല കേട്ടോ, തന്നെ ആരെങ്കിലും പരിഗണിക്കുമോ എന്നറിയാനുള്ള അവരുടെ ഒരു വൈകാരികമായ പിടച്ചിലാണ്. ഇനി പുറത്തുനിന്നുള്ളവരുടെ ഇടപെടലുകൾ ഈ കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ബന്ധുക്കൾ രക്തബന്ധത്തിന് മാത്രം അമിത പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ കുട്ടികൾക്ക് തങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്ന തോന്നൽ ശക്തമാകും. മറ്റുള്ളവർ ഒരു ബാധ്യതയായി കാണാൻ തുടങ്ങുന്നതോടെ തന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന അവരുടെ ഏറ്റവും വലിയ ഭയം ശരിക്കും യാഥാർത്ഥ്യമാകും. അപ്പോൾ ഈ സങ്കീർണമായ മാനസികാവസ്ഥയെ മാതാപിതാക്കൾ എങ്ങനെയാണ് മറികടക്കേണ്ടത്? കുട്ടികളുമായി സുരക്ഷിതമായ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കാൻ ഈ 3 കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ സ്നേഹം ഉണ്ടാകുമെന്ന തുടർച്ചയായ വാക്കുകളിലൂടെ ഉറപ്പു നൽകേണ്ടത് സൈക്കോളജിക്കലായി വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള പക്ഷപാതങ്ങളിൽ നിന്നും മാതാപിതാക്കൾ ഒരു കവചമായി നിന്ന് കുട്ടിയുടെ വൈകാരിക സുരക്ഷ ഉറപ്പാക്കണം. കാരണം യഥാർത്ഥ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുന്നത് ജനറ്റിക്സ് കൊണ്ടല്ല, പരസ്പരമുള്ള സ്നേഹത്തിലൂടെയും കരുതലിനാലുമാണ്. അപ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ കുടുംബത്തിന്റെ അടിസ്ഥാനം വെറും രക്തബന്ധമാണോ അതോ ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളാണോ?